ഹലോ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണം. നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പലപ്പോഴും ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് ഒരുപാട് ഈ മേഖലയിൽ തട്ടിപ്പ് തൊഴിലായി സ്വീകരിച്ച ആളുകളെ എങ്ങനെയൊക്കെ വഞ്ചിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന നിരവധി കോഴ്സ് വിൽക്കുന്ന ആളുകളും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നിലവിലുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ പേര് പറയാതെ പ്രമുഖ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, SMK എന്ന് പറയുന്ന ഇവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു തട്ടിപ്പ് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും തെളിവ് സഹിതം കാണിച്ചു തരാനാണ് ഈ വീഡിയോ കൊണ്ട് ശ്രദ്ധിച്ച് കാണണം. ഇവർ 2 ദിവസം മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോയുടെ കണ്ടൻറ്റ് ഇതാണ്. ഇപ്പോൾ യുദ്ധമൊക്കെ അല്ലേ, അപ്പോൾ ആളുകൾ പാനിക്കായി നിൽക്കുന്ന സമയത്ത് ആളുകളെ കൊണ്ട് ഇവരിൽ ഈ കോഴ്സ് ഇവർക്ക് സെല്ല് ചെയ്യണം, ആളുകളെ കോൺടാക്റ്റ് ഇവർക്ക് ലഭിക്കണം. 2 വർഷം മുൻപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്. ഇതുകൊണ്ട് ഇത് ഭയങ്കര ഫണ്ടാണ്, ഇതിന് 3 വർഷം കൊണ്ട് 100% റിട്ടേൺ ആണ്, ഇത് AI ആണ്, ഇന്ന കമ്പനികൾ മെറ്റ പോലെയുള്ള കമ്പനികൾക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ടോ നിങ്ങളിതിന് ഈ ഫണ്ട് ഏതാണെന്നും ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ വീഡിയോൻ്റെ അടിയിൽ ETF എന്ന് കമൻറ്റ് ഇടുക. അതല്ലെങ്കിലോ ഇവരുടെ പേഴ്സണൽ മെസ്സേജിൽ പോയിട്ട് ETF എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് പറഞ്ഞു തരുമെന്നാണ് വീഡിയോൻ്റെ കണ്ടൻറ്റ്. വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. 99 രൂപക്ക് ലോകത്തിലെ തന്നെ ടോപ്പ് AI കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താലോ? എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, സാംസങ്, ആപ്പിൾ, മെറ്റ ഇതുപോലുള്ള ബിഗ് ടെക് കമ്പനീസിലാണ് നമ്മൾ വെറും 99 രൂപക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഫണ്ട് മിറേ അസറ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ETF ആണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ ETF ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത് 114% റിട്ടേൺസ് ആണ്. SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 99 രൂപ മാത്രം മതി സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാരണം ഈ സ്റ്റോക്കുകളുടെ ഒക്കെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പൊ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബെസ്റ്റ് ടൈമാണ്. ഇനി ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് ETF എന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യുന്നതായിരിക്കും, ഫോളോ ചെയ്തു വെച്ചു. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എന്താണ് പറയുന്നത്? ETF എന്ന് കമൻറ്റ് ഇടുക, വളരെ നല്ല ഫണ്ടാണ്, ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരും. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഇവിടെ 3000 ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, 3000-ലധികം ഷെയറും. ഞാനും ആ കമൻറ്റ് ചെയ്ത കൂട്ടത്തിലുണ്ട്. എന്നോടും പറഞ്ഞു DM പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു DM ഒരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇദ്ദേഹം ആളുകളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ ഈ ഫണ്ടിൽ ഇപ്പോൾ ഒരാൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നു മുതലല്ല, 2 വർഷം മുൻപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത ഒരു ഫണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇദ്ദേഹം ഈ ഡയലോഗൊക്കെ പറയുകയും ആളുകളെ കൊണ്ട് 3000 ആളുകളെ കൊണ്ട് കമൻറ്റ് ചെയ്യിക്കുകയും ഷെയർ ചെയ്തത്. ഇവർക്ക് ഇവരുടെ കയ്യിലുള്ള കോഴ്സ് വിൽക്കണം. ഏകദേശം 35,000 രൂപയോളം വില വരുന്ന കോഴ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ PM പോകണം, ഇവരുടെ വീഡിയോയിൽ കമൻറ്റ് ഇടണം. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അവരുടെ 3000+ കമൻറ്റ് കഴിഞ്ഞിട്ട് പോലും ഞാൻ പേഴ്സണലിൽ പോയിട്ട് ചോദിക്കുമ്പോൾ പോലും എന്നോട് പറയുന്നത്, എനിക്ക് തരുന്നത് പോലും കോഴ്സിൻ്റെ ഡീറ്റെയിൽ ആണ്. കോഴ്സ് ബന്ധപ്പെടാനുള്ള നമ്പർ, ടീമംഗങ്ങൾ ബന്ധപ്പെടും, നിങ്ങളുടെ പേരെന്താണ്, ഈ കയ്യിലുള്ള സാധനം വിൽക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം പറയാം അത് വളരെ എളുപ്പമാണ്, നമുക്കൊരു ബ്രോക്കർ ആപ്പ്, അപ്സ്റ്റോക്സ്, സെറോദ ഇങ്ങനെയുള്ള അതൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ പോയിട്ട് ചാടണം. അപ്പോൾ ഇത് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം അവസാനം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറയുമ്പോൾ സെർച്ച് ചെയ്തിട്ട് പിന്നെ പറയുകയാണ്, സാർ ഇതിലിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കയ്യിൽ നിന്ന് പോയി എന്നറിയുമ്പം ഇപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ടാബിൽ പുതിയൊരു പോസ്റ്റ് ഇട്ടേക്കുവാണ്, ഈ മിറേ അസറ്റിൻ്റെ AI ETF പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നില്ല. ഇത് കേൾക്കുന്നവർ എന്താ കരുതുക? ഇവർ വീഡിയോ 2 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ചെയ്തതിന് ശേഷം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നില്ല എന്നാണ്. അല്ല, 2 വർഷം മുൻപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത 2024 ഏപ്രിൽ 1 ഇൻവെസ്റ്റ്മെൻറ്റ് സസ്പെൻഡ് ചെയ്ത സ്റ്റോപ്പ് ചെയ്യപ്പെട്ട ഒരു ഫണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആളുകളെ കൊണ്ട് ഈ ETF എന്ന് 3000-ഓളം ആളുകളെ കൊണ്ട് കമൻറ്റ് ചെയ്യിച്ചത്, 3000-ഓളം ആളുകളുടെ സമയം വേസ്റ്റ് ആക്കിച്ചത്. എന്നിട്ട് ഇവർ സ്വയം പരിചയപ്പെടുത്തുക, ഞങ്ങളാണ് കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്പർ 1ൻ്റെ അവസ്ഥ. അപ്പോൾ നമ്പർ 2ഉം 3 ഒക്കെ എവിടെ നിൽക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട്, ഇത്തരം ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് കോഴ്സ് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുമ്പം ഒന്ന് കുറച്ച് ആലോചിക്കുക. ഒന്ന് നമ്മുടെ നോർമലായിട്ടുള്ള കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് ആലോചിച്ചാൽ മതി. അത് ആലോചിച്ചാൽ തന്നെ ഇത്തരം ഫ്രോഡുകളെ തിരിച്ചറിയാൻ കഴിയും. മലയാളികൾ പലപ്പോഴും സാക്ഷരതയിൽ നമ്പർ 1 ആണ്, പക്ഷേ ഫ്രോഡുകളെ തിരിച്ചറിയുന്നതിൽ പുറകിൽ നിന്ന് നമ്മൾ മുന്നോട്ട് എണ്ണേണ്ടി വരും, എങ്കിലേ നമ്മൾ അവിടെ നമ്പർ 1 ആവുള്ളൂ. വെറും 99 രൂപക്ക് ലോകത്തിലെ തന്നെ ടോപ്പ് AI കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താലോ? ഇതിനേക്കാൾ നല്ലൊരു പണി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങളിത് കേൾക്കുന്നെങ്കിൽ കമ്പിപ്പാര എന്ന് പറയും, അതൊന്ന് വാങ്ങണം, നല്ല മൂർച്ചയുള്ളത് വാങ്ങണം. എന്നിട്ട് കക്കാൻ ഇറങ്ങുക. 2 വർഷം മുൻപ് ഇറങ്ങിയ ഫണ്ട് കൊടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടുകാർക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ETF എന്ന് കമൻറ്റ് ചെയ്താൽ വരുമല്ലേ? ഇനി ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് ETF എന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യുന്നതായിരിക്കും, ഫോളോ ചെയ്തു വെച്ചു.
ഏതായാലും ബ്രോ അത് ആണ് നല്ലത്. നല്ല മൂർച്ചയുള്ളത് നോക്കിയിട്ട് വാങ്ങണം കമ്പി പാര കേട്ടോ. അല്ലെങ്കിൽ തടിയാണെങ്കിൽ പണിയെടുക്കേണ്ടി വരും. മൂർച്ചയുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പണിയെടുക്കും. അതുകൊണ്ട് ബ്രോ പോയിട്ട് അടുത്ത ഫണ്ടും തപ്പി പിടിച്ചിട്ട് വീഡിയോ ചെയ്യും. ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റരുത്. എങ്കിലേ കമൻറ്റിൻ്റെ എണ്ണം കൂടുള്ളൂ, ഷെയറിൻ്റെ എണ്ണം കൂടുള്ളൂ. പിന്നെ ഇനി ഈ ETF കുറിച്ച് അധികം വേണ്ടണ്ട. 2 ദിവസത്തേക്ക് എന്ത് ചെയ്യാം, ഫോണങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. ഇനി ആരെങ്കിലും ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോകണ്ട. കണ്ട ഇതുപോലെ നടിക്കേണ്ടതില്ല. നിലവിലുള്ള വീഡിയോ ഉണ്ടല്ലോ അതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് കണ്ടം വഴി ഓടുക എന്ന് പറയും. കമൻറ്റൊക്കെ കള, ആ വീഡിയോ ഒക്കെ അങ്ങ് കണ്ടം വഴി ഓടിക്കോളൂ കേട്ടോ. ഗുഡ് ബൈ.